നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്, അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും. ആൾറെഡി അയാൾ ചെയ്തു എന്നുള്ള കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയം വെച്ചിട്ട് ഏത് കോടതി വിധി പറയില്ല. അപ്പോൾ അത് ആൾറെഡി തെളിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് പിന്നെ വക്കീൽ പറയണമെന്ന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിധി നാളേക്കല്ല വെച്ചിട്ടുള്ളത്. നാളേക്ക് വെച്ചിട്ടുള്ളത് മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് DLS എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നാളെ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ആ റിപ്പോർട്ടിൻ്റെ ഒരു സമയം ഹിയറിംഗ് ഉണ്ടാവാം. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെന്റ് ആണ്, അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്, അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടും. ഈ പ്രതിഭാഗം പറയുന്നത് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണ്, ദൃക്സാക്ഷികൾ അല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. ഇതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്ന് മാത്രം. അപ്പോൾ നാളെ ശിക്ഷാവിധി ഉണ്ടാവാൻ സാധ്യത? നാളെ സാധ്യതയില്ല. കാരണം നാളെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിലെ വാദങ്ങൾ വേണമെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളെ വിധി വരാൻ സാധ്യത വളരെ കമ്മിയാണ്, ഉണ്ടാവില്ല. കാരണം അയാളെ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ VD മോഹൻദാസ് ഹാജരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം നാളെ വിധി പറയില്ല എന്നാണ്. ആൾറെഡി അയാൾ ചെയ്തു എന്നുള്ള കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയം വെച്ചിട്ട് ഏത് കോടതി വിധി പറയില്ല. അപ്പോൾ അത് ആൾറെഡി തെളിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് പിന്നെ വക്കീൽ പറയണമെന്ന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് എല്ലാം വാദങ്ങൾ മുൻ വെച്ചിട്ടുള്ളത്. അയാൾ ഒരു പ്രായം മാത്രമേ അയാൾക്ക് ഒരു ആനുകൂല്യമായിട്ടുള്ളൂ, അതല്ലാതെ ബാക്കിയൊന്നുമില്ല. റിപ്പോർട്ട് അതിനെ ബാധിക്കുമോ? ഇല്ല, അതൊന്നും വരാൻ അതും ഒരു കൺസിഡറേഷൻ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കോടതിക്ക്. രണ്ടാം കേസും റിപ്പോർട്ട് വരുത്തി. കാരണം എല്ലാം കേസും സെപ്പറേറ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസും വരുത്തി. രണ്ടാമത്തെ കേസിലും പറയണത് അയാൾക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നമില്ല. മിറ്റിഗേഷൻ റിപ്പോർട്ട് അയാളുടെ ഇപ്പോഴത്തെ മാനസിക നില, പിന്നെ അയാളുടെ ഒരു റിഫർമേഷനോ റീഹാബിലിറ്റേഷനോ എല്ലാം ഒന്നുകൂടി അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ചർച്ച നടത്തി അതിലൊരു റിപ്പോർട്ട് ഫയൽ ചെയ്യും. ഈ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ജയിൽ സന്ദർശിക്കാതെയാണ് നൽകിയത്. അതെല്ലാം വെറുതെ പ്രതിഭാഗം വെറുതെ കോടതിയിൽ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യില്ലല്ലോ അയാൾ ഇത്ര വലിയ കേസിൽ.